ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ്. ഇന്ന് നമുക്ക് അല്പം ടെക്നോളജി ആയാലോ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഇമോജീസ് ക്രിയേറ്റ് ചെയ്യണേന്ന് നോക്കാം. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഈവൻ നമ്മുടെ തന്നെ ഇമോജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഐഫോണിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. നമ്മൾ ജസ്റ്റ് വാട്സാപ്പിൽ പോവാം. ഞാൻ ജസ്റ്റ് എൻ്റെ തന്നെ പേര് കൊടുക്കുവാണ്. നമുക്ക് നമ്മുടെ തന്നെ ഇതെടുക്കാം. എടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ, നമ്മളൊരു മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് ആർക്ക് നിങ്ങൾക്ക് അയക്കേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പേരെടുക്കുക. ഓക്കെ, ഞാനൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പോകുന്നിടത്ത് പോവുക. എന്നിട്ട് നമ്മൾ ഇമോജിയുടെ സൈൻ കാണാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇമോജിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിതൊരു പുതിയ ഫീച്ചറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പാടില്ലേ, ജെൻ മോജി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണേലും ടൈപ്പ് ചെയ്യാം. അത് കസ്റ്റമൈസ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഞാൻ ഇടുക റണ്ണിങ്. അപ്പം നമ്മൾ ഒരു ഇമോജി റണ്ണിങ്ങിൻ്റെ ഇത് കൊടുത്തേക്കാണ്. അപ്പം അത് ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചൂസ് എ പേഴ്സൺ. റണ്ണിങ് കൊടുത്തുകൊണ്ടാണ് ചൂസ് എ പേഴ്സൺ എന്ന് പറഞ്ഞ്. അപ്പം ഞാനത് നമ്മുടെ ആരെങ്കിലും ഒരു പിക്ചർ എടുക്കുക. ഇപ്പം ഇതിപ്പോൾ എൻ്റെ തന്നെ പിക്ചർ എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫോണിലുള്ള പിക്ചേഴ്സാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ എൻ്റെ പിക്ചർ എടുത്തു. എൻ്റെ പിക്ചർ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പം പിക്ചറിൽ നമുക്ക് പല പല ഓപ്ഷൻസ് ഉണ്ട്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, നമ്മുടെ എന്നാ പറയുക, ഹെയർ സ്റ്റൈലിൻ്റെ കാര്യത്തിൽ, അങ്ങനെ എല്ലാം ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ആദ്യം കാണുന്ന ഓപ്ഷൻ എടുക്കുവാണ്. ഇതെടുത്തു. ഓക്കെ, അത് ചൂസ് കൊടുത്തിട്ട് ഡൺ കൊടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ഇമോജി അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഇത് വരും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് എൻ്റെ അല്ല, ഞാൻ ജസ്റ്റ് വെറുതെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെന്ന് വെച്ചോ. ക്രൈയിങ്. അപ്പോൾ കണ്ടോ, നമുക്ക് ഇങ്ങനത്തെ ഇമോജീസ് എല്ലാം വരും. ഇനി അത് ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കൊടുക്കുകയാണ് എൻജോയിങ് സ്നോ. ഇതാ വന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെയും വരാം. എന്നിട്ട് നിങ്ങൾക്ക് അത് ആഡ് ചെയ്താൽ മതി നിങ്ങളുടെ ഫേവറേറ്റ്സിലേക്ക്. ഇതിപ്പോ നിങ്ങൾ ആർക്ക് അയക്കണ്ടേന്ന് വെച്ചാൽ അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഫേവറേറ്റ്സിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ടു ഫേവറേറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേവറേറ്റ്സിൽ അത് വരും. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കണോ? ഓക്കെ, ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ബൈ.